ഹായ്, ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. കൂട്ടുകാരെ, കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ഇടന്ന് തിരുനാവായി കുംഭമേളയ്ക്ക് പോയി. അതിൻ്റെ വിശേഷങ്ങളാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാത്രിയിൽ പോയി രാവിലെ ആയപ്പോഴത്തേനങ്ങ് ചെന്ന് ഭയങ്കര നല്ല നല്ല തിരക്കും എല്ലാം ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ എല്ലാം LMRKയുടെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അവരും ഇവിടെ ആ മെമ്പേഴ്സും എല്ലാവരും ആ കുംഭമേളയ്ക്ക് പങ്കെടുക്കാനായിട്ട് എത്തി. അപ്പോൾ രണ്ടു മൂന്ന് സിനിമാ താരങ്ങളെയൊക്കെ കണ്ട്. ആരൊക്കെയാണെന്നറിയാമോ? കൊല്ലം തുളസി, അദ്ദേഹം, പിന്നെ നമ്മുടെ നടൻ ദേവൻ, അദ്ദേഹത്തെ കണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ലക്ഷ്മി അറിയാമോ? ലക്ഷ്മി പ്രിയ എന്നങ്ങണ്ട പേര്, പ്രിയ എന്നാണ് എന്തോ, ഞാനങ്ങ് മറന്നുപോയി. ആ നടിയെ കണ്ട്. നല്ല സുന്ദരിയാണ്, വെളുത്ത് നല്ല മുടിയൊക്കെ ഉണ്ട്, നല്ല ഹൈറ്റും നല്ല സുന്ദരി ഒരു നടി. ഇങ്ങനെ ഇവരെ 3 പേരെ അവിടെ ചെന്നപ്പം കണ്ട്. അങ്ങനെ ആ പരിപാടി നടക്കുന്നതും കണ്ട്, അതിൻ്റെ പ്രാർത്ഥനയൊക്കെ കണ്ട്. എന്നിട്ട് ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങളങ്ങ് കുളിക്കാനായിട്ട് പോയി. കുളിക്കാൻ അങ്ങ് ലൈനായിട്ട് അങ്ങ് കുറേ നടന്ന് ഭാരതപ്പുഴയുടെ സമീപത്തൂടെ അങ്ങോട്ട് നടക്കാനായിട്ട്, അങ്ങോട്ട് പോകുന്നതിന് പ്രത്യേകം പാലം പോലെ കെട്ടിയിട്ടുണ്ട്. പാലമല്ല, നമുക്ക് നടന്ന് പോകാനുള്ള ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് ആളുകൾക്ക് വരുന്നതിന് വേണ്ടുന്ന പാത ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. ഇതിൻ്റെ ക്യൂ അങ്ങോട്ട് പോകുന്നതിനും ഇങ്ങോട്ട് പോകുന്നതിനും നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. നല്ല സെക്യൂരിറ്റി ആയിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത്. പിന്നെ വരുന്ന ആളുകൾക്കൊക്കെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ട്. കാരണം ചൂടെന്ന് പറഞ്ഞാലും പോരാ, മരുഭൂമിയിൽ അകപ്പെട്ട അവസ്ഥയായിപ്പോയി. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത്, എന്തിനാണ് എന്തോ വീട്ടിലെങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു. അയ്യോ, അങ്ങ് പെട്ടുപോയെന്ന് പറഞ്ഞാൽ പെട്ടുപോയി. ചെരുപ്പിടാതെ പോകണമെന്ന് ആരോ പറഞ്ഞ അനുസരിച്ച് ചെരുപ്പ് അവിടെ അമ്പലത്തിൻ്റെ മുമ്പിൽ, നമ്മളങ്ങോട്ട് ചെല്ലുന്നത് ഒരു അമ്പലത്തിൻ്റെ അവിടെ നിന്ന് തൊഴുതിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം നടന്ന സ്ഥലത്തേക്ക് പോയതല്ല മാർക്കേട. അത് തൊട്ടടുത്ത് തന്നെ അവിടെ അമ്പലത്തിൻ്റെ. അന്നേരം ആ ചെരുപ്പ് അവിടെ ഊരിയിട്ടിട്ട് പിന്നെ ഈ ചെരുപ്പ് എടുത്തിട്ടില്ല. കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇട്ടാൽ മതിയെന്ന് ആരോ പറഞ്ഞ്. എൻ്റെ പൊന്നെ, ഒന്നും പറയണ്ട, ചെരുപ്പിടാതെ പോയി. മണലാരണ്യത്തിൽ ചെരുപ്പില്ലാതെ ചവിട്ടുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതായിരുന്നു അവസ്ഥ. പൊരിഞ്ഞ വെയിലെന്ന് വെച്ചാൽ പൊരിഞ്ഞ് പെട്ടുപോയി. മുഖമൊക്കെ ഇരിക്കുന്നുണ്ട് കറുത്ത്. അങ്ങ് അത്രയ്ക്ക് ചൂടായിരുന്നു. ഉറക്കക്ഷീണവും എല്ലാം കൊണ്ടും നമ്മൾ പാതിയായി. നമ്മുടെ ഭയങ്കര മാനസികമായിട്ടുള്ള ആരോഗ്യവും കുറഞ്ഞ് അങ്ങ് ക്ഷീണിച്ച് ഒന്നും പറയണ്ട. കാലിന് ചെരുപ്പില്ലാതെ മണലാരണ്യത്തിൽ കൂടെ കിലോമീറ്റർ കണക്കിന് നടന്നതിൻ്റെ ഓർക്കുമ്പം ഞാൻ ചെയ്ത പാവം മൊത്തം തീർന്ന കണക്കായിരിക്കും തോന്നുന്നത്. അതുകൊണ്ട് കുംഭമേളയ്ക്ക് പോകാനായിട്ട് പോയ വേറൊരു ഫാമിലിയുണ്ട്. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ചെരുപ്പ് ഇട്ടുകൊണ്ടേ പോകാവൂ, അതുപോലെ ഒരു കുടയും കയ്യിൽ കരുതിക്കൊള്ളണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. ഇല്ലെങ്കിൽ പെട്ടുപോവും, ഉരുകി ഊപ്പാട് വരും. എന്നിട്ട് പിന്നെ ഇത്രയും സമയം കുറച്ച് 4 റോയായിട്ട് നിർത്തിയിട്ട് കുറച്ച് പേരെ കയറ്റി ആ പാതയിലൂടെ കടത്തി അപ്പുറത്ത് വിടും. കുറച്ച് പേരെ പിന്നെ അവിടെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ മണിക്കൂറുകളോളം നിൽക്കണം. അങ്ങനെ നിന്ന് ഈ പൊരുവേലത്ത് 3 വട്ടം പുഴയിൽ മുങ്ങിയ വീഡിയോ എടുത്തായിരുന്നു. പക്ഷേ എന്തോ എൻ്റെ ഒരാളെടുത്ത് ഇവിടെ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യുക, വീഡിയോയും ഇല്ല, ഒന്നുമില്ല, അത് വന്നതുമില്ല. അങ്ങനെ ഇത്രയും പിന്നെ വീണ്ടും വീഡിയോ എടുക്കാൻ പറ്റുമോ ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക്? അങ്ങനെ അതിൻ്റെ വീഡിയോ കിട്ടിയില്ല. ഞാൻ പിന്നെ ഭാരതപ്പുഴയുടെ വീഡിയോ ഒക്കെ എടുത്ത്, ഇത്രയും ആളുകളുടേതും പിന്നെ നല്ല പൂജയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ക്ഷേത്രം, ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം, ശിവക്ഷേത്രം, എല്ലാം പോയി കണ്ട് അവിടെ എല്ലാം തൊഴുത്. ഇതെല്ലാം ഓരോ ദിക്കുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കാരണം ഒരിടത്ത് തൊഴുതിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണമെങ്കിൽ പിന്നെ ഈ തിരക്കിലൂടെ ഭയങ്കര യാത്രയുണ്ട്. അങ്ങനെ ഭാരതപ്പുഴയുടെ തീരങ്ങളിലൂടെയുള്ള എൻ്റെ യാത്ര
അതികഠിനമായിരുന്നു കൂട്ടുകാരെ, അതികഠിനമായിരുന്നു. പോയ ആരെങ്കിലുമൊക്കെ കാണും, അവർക്ക് ഇതേ എക്സ്പീരിയൻസ് ആയിരിക്കും. ചെരുപ്പ് ഇട്ടുകൊണ്ട് പോയവരും മിടുക്കർ. ചെരുപ്പ് അമ്പലത്തിൽ ഊരിയിട്ടിട്ട് കറങ്ങി നടന്നവരാണ് പെട്ടുപോയത്. ഉരുകും. വെള്ളം കുറവാണ്, കാരണം ഇപ്പോൾ ഉണക്ക് സമയമായതുകൊണ്ട് കുറേ സ്ഥലങ്ങളിലെല്ലാം പച്ച പുല്ല് ഉണങ്ങി ഇങ്ങനെ കിടക്കുകയാണ്. ഭയങ്കര മരുഭൂമിയിൽ പോയ കണക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭാരതപ്പുഴയൊക്കെ കാണാൻ കൊള്ളാം, പക്ഷേ കൊടും ചൂട് സഹിക്കാൻ പറ്റാത്തതായിപ്പോയി. അങ്ങനെ അവിടെയൊക്കെ തൊഴുത് തിരിച്ച് ഞങ്ങൾ പോരുന്നു. തിരിച്ച് വന്ന വഴിക്ക് നമ്മൾ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോയി. തൈപ്പൂയത്തിൻ്റെ അന്ന് തൊഴുത്. തൈപ്പൂയത്തിൻ്റെ അന്ന് നല്ല എല്ലായിടത്തും സാധാരണ മുരുക ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്നതാണ്. ഞാൻ പോകുന്നത് ഈ കോട്ടയക്കുന്ന് ക്ഷേത്രത്തിൽ നെടുങ്ങുമലം. അവിടെ പോയി തൊഴുതിട്ട് അവിടെ ഓട്ടം തുള്ളലൊക്കെ കാണും, അതുമൊക്കെ കണ്ട് വരും. അങ്ങനെയായിരുന്നു പതിവ്. എന്നാലും എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ഇന്ന് ഈ തൈപ്പൂയായിട്ട് എനിക്ക് മുരുക ഭഗവാനെ തൊഴുവാൻ പറ്റിയില്ലല്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ വന്ന് കുളിച്ച് നമ്മളവിടെ ഒരിടത്ത് കുളിച്ച് റെഡിയായി നമ്മൾ ക്ഷേത്രത്തിലെത്തിയപ്പം കാണാം, അതിൻ്റെ സമീപത്ത് തന്നെ ഒരു മുരുക ക്ഷേത്രം ഉണ്ടായിരുന്നു. നല്ല ഭഗവാനെ ഒരുക്കി അങ്ങനെ ഇരുത്തിയേക്കുന്ന കണ്ടാൽ നമ്മൾ നോക്കി നിന്നു പോവും. പൂജയും നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു റിസ്ക്കും ഇല്ലാതെ പൂയത്തിൻ്റെ അന്ന് ഞാൻ ഈ മുരുക ഭഗവാനെ തൊഴുത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മുരുക ഭഗവാനെ തൊഴുതിട്ട് ഉടനെ തന്നെ ഞങ്ങൾ വടക്കുംനാഥ ക്ഷേത്രത്തിൽ കയറി അവിടെ എല്ലാം കറങ്ങി നടന്ന് തൊഴുത് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ കുംഭമേളയുടെ കൊടുംചൂടിൻ്റെ വിഷമം അതിനകത്ത് ഞാൻ തീർത്തു. വടക്കുംനാഥ ക്ഷേത്രത്തിലെ എക്സ്പീരിയൻസ് കിടിലുമാണ്. അവിടെ ചെന്നപ്പോൾ ദാണ്ടൊന്നും പറയണ്ട, അവിടെ നല്ല ഡാൻസൊക്കെ നടക്കുന്നുണ്ട്. എനിക്കത് കണ്ടാൽ പിന്നെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, എനിക്കിതൊക്കെ കാണണം. പക്ഷേ കൂടെ വന്നവർ എന്നെ ഒന്ന് നോക്കാൻ പോലും സമ്മതിക്കത്തില്ലേ, കാരണം എല്ലാവർക്കും കിടന്നുറങ്ങണം. കാരണം തലേന്ന് ഉറക്കമൊഴിഞ്ഞല്ലേ അങ്ങ് നേരെ ചെന്നത്. അതിൻ്റെ ക്ഷീണം, വെയിൽ കൊണ്ട ക്ഷീണം, ഇതെല്ലാം കാരണം എന്നെ ഡാൻസ് കണ്ടാൽ പിന്നെ എനിക്ക് എന്ത് ക്ഷീണമെന്നൊന്നുമില്ല, എനിക്കിതും കണ്ടുകൊണ്ടിരിക്കണം. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് 2 എണ്ണം കണ്ട്, പൊരിഞ്ഞ വെയിൽ കൊണ്ട് കണ്ണ് മുഖം എല്ലാം അങ്ങ് രൂപം മാറി. അത്രയ്ക്കാണ് പൊങ്കാലയിട്ടിട്ട് വരത്തില്ലേ, അതുപോലത്തെ എക്സ്പീരിയൻസാണ്. ഞാനിപ്പം നല്ല തണുത്ത വെള്ളത്തിലൊക്കെ കുളിച്ച് ഉച്ചയ്ക്ക് കിടന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് അങ്ങനെയൊക്കെ എന്തായാലും ഒരു ഇതൊക്കെ ഓക്കെ ആയി. എന്നാലും ക്ഷീണം ഭയങ്കരമാണ്. അങ്ങനെ ഈ കുംഭമേള എന്താണെന്ന് മനസ്സിലായി, അത് കാണാനും പറ്റി. അതൊക്കെ നമ്മുടെ ഒരു യോഗങ്ങളാണ്. നമ്മൾ ഓരോന്ന് വിചാരിക്കുന്നു, മനുഷ്യൻ ഓരോന്ന് വിചാരിക്കുന്നു, ദൈവം ഓരോന്ന് വിധിക്കുന്നു. അങ്ങനെ ആ വിധി മൂലമാണ് ഇത് കാണാൻ പറ്റിയത്. കുറച്ച് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായെങ്കിലും ഇതെല്ലാം കാണാൻ പറ്റിയതിലൊരു മഹാഭാഗ്യമാണ്. പിന്നെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ തൊഴുതു. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടു. എവിടെ? അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് പോയി തൊഴുതു. അവിടെ പിന്നെ അതിൻ്റെ വെളിയിൽ നിന്നാണ് തൊഴുതത്, കാരണം ഉച്ച സമയത്ത് അതുവഴി അവിടെ അമ്പലം അടച്ചിരുന്നു. എങ്കിലും അതെല്ലാം കണ്ടു. എൻ്റെ മോന് ചോറ് കൊടുത്തത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെ അടുത്താണ്. അന്നേരം അതിൻ്റെ ഒരു പ്രത്യേകതയും ഉണ്ട്. അങ്ങനെ അമ്പല യാത്രയെല്ലാം കഴിഞ്ഞ് എത്തി വരുന്ന വഴിക്കാണ് ഒരു കാര്യം കണ്ടത്. നമ്മുടെ ഒരു സദ്ഭാവനയുടെ ഒരു നഴ്സറി ഉണ്ട്, വീട്ടിലാണ്. അദ്ദേഹം ഒരു വലിയ ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു, റിട്ടയർ ചെയ്തൊരു മഹാനാണ്. അദ്ദേഹത്തിന് പൊതുപ്രവർത്തനവും അതോടൊപ്പം തന്നെ നഴ്സറി നടത്തുന്നുണ്ട്. ഒന്ന് കാണേണ്ടുന്ന കാഴ്ചയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന വഴിക്ക് അവിടെ കയറി. യഥാർത്ഥത്തിൽ വളം വാങ്ങിക്കാനായിട്ടാണ് പോയത്. നല്ല എല്ലാം കൂടെ ചേർന്ന കോമ്പിനേഷൻ, ആട്ടിൻ്റെതും അതുപോലെ തന്നെ ജൈവവളവും എല്ലാം കൂടെ ചേർന്നത്, ചാണകപ്പൊടിയും ആട്ടിൻകാട്ടം എല്ലാം ചേർന്ന വളം അത് വാങ്ങിച്ച് ഒരു ചാക്ക് അത് വാങ്ങിച്ച് അന്നേരം കാണാം ഇതെല്ലാം അവിടെ നിൽക്കുന്നു. ചെടികളെല്ലാം, വെണ്ടത്തൈ, വഴുതന എല്ലാം നിൽക്കുന്നു. നമ്മുടെ കഥാപാത്രം ബോഗൺവില്ല
തെറ്റി ഇപ്പോൾ എല്ലായിടത്തും തെറ്റിയും ബോഗൻവില്ലയാണ് തരംഗം. ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇഷ്ടംപോലെ വീഡിയോയും എല്ലാം എടുത്ത് ഞാൻ അവിടെ എല്ലാം കറങ്ങി നടന്ന് കണ്ട് 2-3 ചീനിക്കമ്പും അവിടെ നിന്ന് കൊണ്ടുവന്നു. ഇനി അത് നടണം. കുറേയെല്ലാം ഞാൻ നട്ട് വളർത്തിയത് ഞാൻ എല്ലാവർക്കും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കൂട്ടുകാർ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇനി ചീര ഇപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിൽ നട്ടാൽ നല്ല ഉണക്ക് സമയമാണ്. ഇപ്പോഴാണ് നടേണ്ടുന്നത്. കുറച്ച് തൈ വാങ്ങിച്ചുകൊണ്ട് വന്നു, അതിൻ്റെ ഒരുക്കി ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അവിടെ അത് നടണം. പിന്നെ അത് കഴിഞ്ഞ് ചെടികളൊക്കെ കുറേ വാങ്ങിച്ച്, തെറ്റി വാങ്ങിച്ച്, റോസ ഇവിടെ ഞാൻ വാങ്ങിച്ച് ചട്ടിക്കകത്ത് കൊണ്ടുവന്നതൊക്കെ തറയിൽ തന്നെ വളർത്തി. ഇഷ്ടം പോലെ റോസ ഉണ്ടായിരുന്നു, പൂക്കളും പിടിക്കുമായിരുന്നു. പക്ഷേ ഇത് കാണുമ്പോൾ ചില ആളുകൾക്ക് പിടിക്കത്തില്ല. എന്ന് വെച്ചാൽ ആരാന്നറിയാമോ? ഈ പറമ്പ് ചെത്താൻ വരുന്ന ആളുകൾ അതിനെ എടുത്ത് വെട്ടിക്കളയും, എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിനെ എവിടെ നിന്ന് ഇല്ലാതാക്കുക. അവരെ പരിപാടി അതാ. ചെടിയിൽ അതിൽ തുടരുതെന്ന് പറഞ്ഞാൽ അവർക്ക് ഉടനെ അത് വെട്ടിക്കളഞ്ഞെങ്കിലേ അവർക്ക് സമാധാനം വരുത്തുള്ളൂ. അങ്ങനെ കൊണ്ടുവന്ന് അത് നട്ടില്ല, എല്ലാം അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഒരു പ്ലാവുണ്ടല്ലോ, നമ്മുടെ കഥാപാത്രം വിയറ്റ്നാം ചക്ക പിടിക്കുന്ന പ്ലാവ്, അതും വാങ്ങിച്ച്. അങ്ങനെ ഇതെല്ലാം ആയിട്ടാണ് വന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇനി ഇതെല്ലാം നടണം. ആ നടുന്നത് ഇനി കുറച്ച് പണിയാണ്. എനിക്ക് പണ്ടത്തെ കണക്ക് ഇപ്പോൾ നടുന്നത് കുറച്ച് പണിയായതുകൊണ്ട് ക്ഷീണിച്ചിരുന്നത് കാരണം ഇന്നൊന്നും നട്ടില്ല. ഇനി അതെല്ലാം ഓരോന്നായിട്ട് നടണം. എല്ലാം കൂടെ ഒന്നും നടാൻ പറ്റത്തില്ല. ഇതെല്ലാം വളമൊക്കെ വെച്ച് നല്ല മണ്ണുമൊക്കെ ഇട്ട് ഒരുക്കി സെറ്റ് ചെയ്തിട്ട് വേണം നടേണ്ടത്. എന്നാലേ ഇത് പിടിക്കും. തക്കാളി പിടിപ്പിച്ചെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. കാരണം തക്കാളി ചെടി ഇങ്ങനെ വളർന്നെല്ലാം വരും, പൂവെല്ലാം പിടിക്കും. പക്ഷേ ഈ പൂവ് പിടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പൂവ് അങ്ങ് കട്ട് ചെയ്ത് അതിനെ ഇല്ലാതാവും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വളർത്തണമെന്ന് വിചാരിച്ച് അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് എല്ലാം നടണം. ഇനി കുറച്ച് ചീരയൊക്കെ നട്ട് അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇതൊക്കെ വാങ്ങിച്ചും കൊണ്ടാണ് വന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ചീനിക്കമ്പം നടണം. അത് വണ്ടിക്കകത്ത് ഇരിക്കുന്നതേ ഉള്ളൂ. കാറിൻ്റെ ബാക്കിൽ ഡിക്കിയിൽ കിടക്കുന്നു. എടുത്തത് പോലുമില്ല. ഇനി അത് കൊണ്ടുവന്ന് നടണം. ഓരോന്നായിട്ട് നട്ടാണ് ഞാൻ ഇന്നാൾ വീഡിയോ ഇട്ടില്ലേ അത്രയൊക്കെ ആക്കിയത്. ഇതൊക്കെയാണ് എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. എൻ്റെ വീഡിയോസ് എല്ലാ കൂട്ടുകാരും കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. എല്ലാവർക്കും ഒരുപോലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഞാൻ ഇവിടെ വന്ന് പറയുന്നത്. പിന്നെ അവിടെ ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഒന്നും വാങ്ങിക്കാനൊന്നുമില്ല. അവിടെ അങ്ങനെ പ്രധാനമായിട്ടും ഈ സ്നാനം ചെയ്ത് അമ്പലത്തിലൊക്കെ തൊഴുത് വരുന്നതാണ് അവിടുത്തെ വിശേഷമെന്ന് പറയുന്നത്. അങ്ങനെ അതിന് പങ്കെടുത്തിട്ട് വന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാരെ എല്ലാവരും എൻ്റെ ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. എല്ലാ ചാനലുകളും കയറ്റി വിടുന്ന പോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ നിർത്തുന്നു. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്.